നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഡിഷ് കേട്ടോ. മാങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിഷ് കൊണ്ടാണ് ഞാൻ ഇന്നും വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നല്ല പച്ചമാങ്ങ പനീർ കറിയാണിത്. നല്ല ടേസ്റ്റുള്ളൊരു ഡിഷ് കേട്ടോ. ഈ ഡിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പച്ചമാങ്ങ പനീർ കറി നമുക്ക് ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാം. അതുപോലെ തന്നെ ദോശ, ചപ്പാത്തി, അപ്പം, ഇടിയപ്പം ഇവയുടെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഈ പച്ചമാങ്ങ പനീർ കറി. ഫ്രണ്ട്സ്, നമുക്കിങ്ങനെ വളരെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ പച്ചമാങ്ങ പനീർ കറി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തേങ്ങാപ്പാൽ ഉണ്ടാക്കുക ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഉണ്ടാക്കുമ്പോൾ തേങ്ങയുടെ കൂടെ തന്നെ ഞാനിവിടെ 2 ചെറിയുള്ളി അതുപോലെ തന്നെ 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ടാണ് തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും ഇട്ട് എടുക്കുന്നത്. ചൂടുവെള്ളത്തിൽ മിക്സി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു കാസ്റ്റ് അയൺ സ്കില്ലറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് എണ്ണ ഉണ്ട് ഇതിലോട്ട് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത്, 1-2 പച്ചമുളക്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പിന്നെ 1 സവാള സ്ലൈസ് ചെയ്തതാണിത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ സവാളയ്ക്ക് നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഞാൻ ആദ്യം കറിവേപ്പില ചേർക്കുന്നില്ല, അവസാനമാണ് കറിവേപ്പില ചേർക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് മല്ലി ചേർക്കുകയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ആവശ്യാനുസരണം മുളക് പൊടി ചേർക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പൗഡറിൻ്റെ റോസ് സ്മെല്ലൊന്ന് പോകട്ടെ. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 2-ാം പാൽ ചേർക്കാം. ഈ 2-ാം പാൽ ഒന്ന് തിളച്ച് വെക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാൻ മാങ്ങ ചേർക്കുകയാണ്. ഒരു മീഡിയം സൈസ് പച്ച മാങ്ങയാണിത്. ഈ പച്ചമാങ്ങ നമുക്ക് തേങ്ങാപ്പാലിലോട്ട് ചേർക്കാം. ഇനി ഈ പച്ചമാങ്ങ ഒന്ന് കിടന്ന് തിളക്കട്ടെ. ഇതിലെ പുളിയൊക്കെ നമ്മുടെ ഗ്രേവിയിലോട്ട് ഇറങ്ങി വരണം. നമ്മുടെ മാങ്ങ എന്തായെന്ന് നോക്കട്ടോ. അടച്ചു വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. മാങ്ങയൊക്കെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഗ്രേവിയൊക്കെ പകുതിയോളം വറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് പനീറാണ് ചേർക്കേണ്ടത്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീറാട്ടോ. 100 ഗ്രാം പനീർ ചേർക്കാം നമുക്കിതിലോട്ട്. വീട്ടിൽ വാങ്ങിക്കുന്ന പാൽ എക്സ്ട്രാ വന്നപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയ പനീറാട്ടോ ഇത്. അപ്പോൾ നമ്മുടെ പനീർ ഒരു 4-5 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. ഓൾറെഡി ഈ പനീർ കുക്ക്ഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇനി ഒരുപാട് തിളക്കേണ്ട കാര്യമില്ല. നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടോ. നമ്മുടെ പനീറൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസാണ്. 1/4 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചെടുത്തതാണ്. ഈ ഗ്രീൻ പീസ് ഞാൻ ഇത് ചേർക്കണം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകൂടെ ഒരു ഡെലീഷ്യസ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണത്. ഒരു നിർബന്ധമില്ല ഈ ഗ്രീൻ പീസ് ചേർക്കണം എന്ന് കേട്ടോ. അവസാനമായിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഒന്ന് ആവി വരിക, അത്ര മതി. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ചെറുതായിട്ട് തിള വന്നിട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം. 1-ാം പാൽ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് തിളക്കരുത്. ഇത് നല്ല കട്ടിയുള്ള പാനാണ്. അപ്പോൾ പാനിന് ചൂട് വന്നിട്ട് നന്നായിട്ട് തിളക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പനീർ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ ഡെലീഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ പീസ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോഴിനി അവസാനമായിട്ട് ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. നല്ല പച്ച വെളിച്ചെണ്ണ കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. നമ്മൾ നേരത്തെ കറിവേപ്പില ചേർത്തിട്ടില്ല. വേണമെങ്കിൽ മല്ലിയിലയും ചേർക്കാം കേട്ടോ ഈ സമയത്ത്. ഇവിടെ ഞാൻ ഏതായാലും മല്ലിയില ചേർക്കുന്നില്ല. ഫ്രഷായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1 ടീസ്പൂൺ കുരുമുളക് ഉണ്ടായിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. പനീറൊന്നും ഉടഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള പച്ചമാങ്ങ പനീർ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഗ്രീൻ പീസ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഓപ്ഷനിലാണ്, വേണമെന്ന് ഒരു നിർബന്ധമില്ല.
ചെറിയൊരു പുളി, അതുപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെ മധുരം, വെളിച്ചെണ്ണയുടെ ഫ്ലേവർ, പിന്നെ കറിവേപ്പിലയുടെ ഫ്ലേവർ, ഇതെല്ലാം കൂടെ ഒരു ഡെലീഷ്യസ് ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ കറിക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.